ഹലോ നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ വ്ലോഗുമായിട്ട് ഞാൻ വന്നെത്തിയിരിക്കുകയാണ്. ഏകദേശം 3 വർഷമായിട്ട് ഞാനിപ്പോൾ UK-ലാണ്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഞാൻ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തു, ഗാലറിയിൽ കിടപ്പുണ്ട്. പക്ഷേ ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ല. കാരണം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ മാസം ഒരു വീഡിയോ കാണാൻ ഞാനിടയായത്. സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ പെട്ടെന്ന് തുടങ്ങാൻ പറ്റിയ ഒരു ബിസിനസ് സംരംഭം എന്താണ്. ഒബ്വിയസ്ലി എനിക്കിപ്പോൾ ആ കൂടി 300 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. സോ ഇൻ ദ ലോങ് റൺ മേ ബി എനിക്കൊരു നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. ഐ ഡോണ്ട് നോ. എനിവേ എനിക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒരു പ്രഷർ മൂലം ഒരു 5 വർഷം മുന്നേ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തു. പിന്നെ അത് പതുക്കെ അങ്ങ് സ്റ്റോപ്പായി. സോ ഇനിയെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹോപ്പ്ഫുള്ളി അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതൊരു ബേസിക്കലി ഒരു റീഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്, കുറേ നാളായിട്ട് ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഇതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഏകദേശം ഒരു 100-300 പേരാണ്. അതിൽ മെജോറിറ്റി ആൾക്കാർ എന്നെ അറിയാവുന്നവരാണ്. എന്നെ അറിയാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർ ഇതൊരു ട്രാവലിംഗ് ചാനലായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ, എന്തെങ്കിലും ട്രാവൽ കണ്ടൻറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, എനിക്കറിയാം. അപ്പോൾ ഐ വിൽ നെവർ ഡിസപ്പോയിൻറ്റ് യു. അപ്പോൾ അടുത്ത വർഷത്തെ ഒരു മിഡ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങോടുകൂടി ഒരു കുറച്ച് കൺട്രീസൊക്കെ വിസിറ്റ് ചെയ്യാൻ പ്ലാൻസ് ഉണ്ട്. സോ അത് ഡെഫിനറ്റ്ലി ചെയ്യും. പക്ഷെ ഇപ്പോൾ നിലവിൽ ഞാൻ നാട്ടിൽ പോകാനുള്ള ഒരു തയ്യാറെടുപ്പും പരിപാടികളിലൊക്കെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്നത്തെ ഈ വീഡിയോ എന്തായിരിക്കും നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കെല്ലാം തെരഞ്ഞെടുക്കും. ഞാൻ എനിക്ക് சொல்ல പറയുന്നത് കോസ്കോയാണ്. കോസ്കോ ഷോപ്പിംഗ് വ്ലോഗാണ് ഇന്നത്തെ വീഡിയോയിൽ. കോസ്കോ ബേസിക്കലി ഒരു അമേരിക്കൻ റീറ്റെയിൽ ബ്രാൻഡാണ്. ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ റീറ്റെയിൽ ബ്രാൻഡാണ്. അപ്പോൾ കോസ്കോയിൽ കുറച്ചും കൂടി ഹോൾസെയിലിൽ നമുക്ക് പലതരത്തിലുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് ഒറ്റ കുടക്കീഴിൽ കിട്ടും. അതുമാത്രമല്ല, ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സേവിങ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ആ വിശേഷങ്ങളിലോട്ട് നമുക്ക് കിടക്കാം. യല്ല നമ്മളിപ്പോൾ കോസ്കോയിലേക്കുള്ള യാത്രയിലാണ്. നേരെ മുൻപിൽ പോകുന്നതാണ് രാഹുൽ. ഇപ്പോൾ രാഹുലിൻ്റെ മെമ്പർഷിപ്പ് കാർഡ് ഉപയോഗിച്ചിട്ട് വേണം നമുക്കിന്ന് ഈ കോസ്കോയുടെ അകത്ത് പ്രവേശിക്കാൻ. ഇതേ കോസ്കോ എത്തി. ഇത് ഇംഗ്ലണ്ടിലുള്ള വാട്ട്ഫോർഡിലെ കോസ്കോ ബ്രാഞ്ചാണ്. UK മൊത്തം ഏകദേശം 29 ബ്രാഞ്ചുകളാണ് കോസ്കോയ്ക്കുള്ളത്. പക്ഷെ ഞങ്ങൾ താമസിക്കുന്ന ക്ലാക്ടോൺസിയുടെ അടുത്തെങ്ങും ഈ പറഞ്ഞ കോസ്കോയുടെ ബ്രാഞ്ചുകളില്ല. സോ അതുകൊണ്ട് ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് കാർഡ് വാങ്ങിച്ചത് കൊണ്ട് വലിയ പ്രയോജനമില്ല. എനിവേ വൺ ടൈം പർച്ചേസിന് ഇതുപോലെയൊക്കെ ഉപയോഗിക്കാം. കോസ്കോയുടെ പുറത്തുള്ള കോസ്കോയുടെ തന്നെ പെട്രോൾ സ്റ്റേഷനാണത്. ഇപ്പോൾ കോസ്കോയുടെ മെമ്പർഷിപ്പ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്നും ഫ്യൂൽ അടിക്കാൻ പറ്റുള്ളൂ. ഇതാണ് കോസ്കോ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. അത്യാവശ്യം വലിയ പാർക്കിംഗ് ഏരിയ ആണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഈ മെമ്പർഷിപ്പ് കാർഡിൻ്റെ കൗണ്ടർ കാണാൻ പറ്റും. 3 തരത്തിലുള്ള മെമ്പർഷിപ്പ് കാർഡ് ഉണ്ട്. ഏറ്റവും കുറഞ്ഞത് 25 പൗണ്ട്സിൻ്റെ ആണ്. നമ്മൾ കോസ്കോയുടെ അകത്തേക്ക് പ്രവേശിച്ചു. കോസ്കോ ഒരു റീറ്റെയിലർ ആണെങ്കിൽ കൂടി ഒരു ഹോൾസെയിലർ അല്ലെങ്കിൽ ഒരു വെയർ ഹൗസ് മോഡലിൽ വർക്ക് ചെയ്യുന്നൊരു ജയൻറ്റ് റീറ്റെയിലർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെപ്പോലെയുള്ള ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിനെ കൂടാതെ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് കസ്റ്റമേഴ്സിനെ കൂടി കേറ്റർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് കോസ്കോ. അതുകൊണ്ട് തന്നെ പ്രൈസ് നമ്മൾ നോക്കുമ്പോൾ അതേ കണ്ടില്ലേ, 2 ടൈപ്പിൽ പ്രൈസ് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് വാറ്റ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടും വാറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടും. സോ വാറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റേറ്റ് ആയിരിക്കും ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് നമുക്കൊക്കെ വരുന്നത്. സോ ഇവിടെ ഫസ്റ്റ് സെക്ഷൻ കയറുമ്പോൾ തന്നെ നമുക്ക് ഇലക്ട്രോണിക്സിൻ്റെ സെക്ഷനാണ് കാണാൻ പറ്റുന്നത്. TV എല്ലാം ഉണ്ട്. എന്തൊരു തിരക്കാ. നമ്മൾ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഇത് ഗോപ്രോൻ്റെ സെക്ഷൻ കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് 8K ഇൻസ്റ്റാ 360x4 വില വരുന്നത് 280 പൗണ്ട്സ്. ഞാൻ ഈ 0.99 എല്ലാം വായിക്കുന്നത് അത് റൗണ്ട് ചെയ്തിട്ടാണ്. കാരണം ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സൈക്കോളജിക്കൽ പ്രൈസിങ് ആണ്. 0.99 എന്ന് പറയുമ്പോൾ നമുക്കൊരു 1 pence കുറയുന്നുണ്ടെങ്കിലും
ശരിക്കും ഇപ്പോൾ കണ്ടില്ലേ ഒരു 70 pounds തന്നെയാണ് അത് സംഭവം. പക്ഷെ ഇതൊക്കെ വാറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വരുന്നത്. 83.98 വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 84 pounds വരുന്നുണ്ട്. പക്ഷേ ബിഗ് ലെറ്റേഴ്സിൽ ഇത് എഴുതുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഓ അപ്പോൾ ഇത്രേ ഉള്ളൂ എന്ന്. പക്ഷെ നമ്മൾ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് ഇൻക്ലൂഡിങ് വാറ്റാണ് കൊടുക്കേണ്ടത്. കരേര ഇത് ഡയമണ്ട് ക്രോസ് അൺകട്ട് ഡയമണ്ട്സ്. സമയം കളയാതെ നമ്മൾ ചോക്ലേറ്റ്സിന്റെ സെക്ഷനിലോട്ട് നടക്കുകയാണ്. ഇത് ഇവിടെ നിന്ന് തുടങ്ങുകയാണ് ചോക്ലേറ്റ്സിന്റെ സെക്ഷൻ. ഇത് ജെല്ലി ബീൻസ് ഫാക്ടറി. ഇത് വലിയ താല്പര്യമില്ല. ഇത് ടർക്കിഷ് ഡിലൈറ്റ് ഫൺ സൈസ് മിക്സ്. ഓ എല്ലാം കൂടി ഉള്ളതല്ലേ. ഇത് എല്ലാം ഉണ്ട്. നമുക്കപ്പം മിക്സ് ചെയ്തിട്ട് ആൾക്കാർക്ക് കൊടുക്കാം. ഇതിന്റെ പ്രൈസ് വരുന്നത് 14 pounds ഇൻക്ലൂഡിങ് ഫാറ്റ്. അറൌണ്ട് 14 pounds. പിന്നെ കാഡ്ബറീസ് ഗോൾഡ് ഉണ്ട്. ഗോൾഡ് ബില്യൺ വേഫർ ബാർ. ഇത് വരുന്നത് ഇതാണ് സംഭവം. ഉള്ളിൽ ന്യൂഗറ്റിന്റെ ഫീലിംഗ് ഉണ്ട്. പിന്നെ ഒരു ക്രഞ്ചി ഫീലിംഗ് ഉണ്ട്. എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. അത് കാഡ്ബറീസിന്റെ അല്ല, മക്വിറ്റീസിൻ്റെയാണ്. അതൊരു UK ബ്രാൻഡാണ്. ഇത് സ്നിക്കേഴ്സ് ആണ്. സ്നിക്കേഴ്സ്, മാൾസ് ഇതൊക്കെ ഓൾറെഡി അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഈ സെക്ഷനിൽ ഇങ്ങനത്തെ സ്പെസിഫിക് ബ്രാൻഡ്സ് ആണുള്ളത്. കിറ്റ്കാറ്റ്, കിൻഡർ ചോക്ലേറ്റ്, പോളോ, സ്മാർട്ടീസ് നമ്മൾ വലിയ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല, കുഞ്ഞു പിള്ളേർക്കായിരിക്കും താല്പര്യം. പക്ഷേ ഇത് ജെംസ് ആണത്. സ്മാർട്ടീസാ. ഓക്കെ, അപ്പോൾ നെസ്ലയുടെ സ്മാർട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അത് നമ്മുടെ ജെംസ് മിഠായി പോലത്തെ 17 pound. ലിൻഡിന്റെ അസോർട്ടഡ്. അതെ അതെ. ഇതിപ്പോൾ ഒരു 4ന്റെ പാക്കറ്റാണ്. അറൗണ്ട് 20 pounds വരുന്നുണ്ട്. ഇതേതാ? ലിക്കറിന്റെ ചോക്ലേറ്റ് അല്ലേ ഇത്. ഒരൊറ്റ പാക്ക് 1 kilo. അത് ഏകദേശം 21 pounds വരുന്നുണ്ട്. ദുബായ് ചോക്ലേറ്റ് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ അതെനിക്ക് താല്പര്യമില്ല. പിന്നെ ഇറ്റാലിയൻ ട്രഫിൾസ്, മറ്റേ ചെറിയ ചെറിയ ചോക്ലേറ്റ്സ് അതിൻ്റെ അകത്ത് ഫില്ലിംഗ് ആയിട്ടുള്ളത്. സം സോർട്ട് ഓഫ് ഫില്ലിങ്സ്. അത് അറൗണ്ട് 14 pounds. ഇനി നമുക്ക് മെയിനായിട്ട് എടുക്കേണ്ട സാധനമാണ് ഫെറാറോ റോഷെ. അത് വരുന്നത് 1200 gram, 24 pound ഇൻക്ലൂഡിങ് വാറ്റ്. ഇതിൽ 1 2 3 4 5 ബോക്സസ് ഉണ്ട്. അപ്പം അത് ഓക്കെ. ഇതൊക്കെ ചിപ്സിൻ്റെ സെക്ഷൻസ് ആണ്. നമ്മുടെ നാട്ടിൽ ലേസിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ. ബർഗൻസ് മെൻസ് ജാക്കറ്റ്. നല്ല ഭംഗിയുണ്ടല്ലോടാ. ഇത് വിന്റർ ജാക്കറ്റ് ആണോ അതോ നമ്മുടെ റൈഡിങ്ങിനുള്ള ജാക്കറ്റ് ആണോ? മൾട്ടിപ്പിൾ പർപ്പസ് ആണോ? പ്രോപ്പർ വിന്ററിലല്ല, ഇപ്പോഴിടാൻ പറ്റുന്ന ഈ ടൈമിലേക്ക്. ഇത് ബെൽജിയൻ ചോക്ലേറ്റ് ആട്ടോ. ഇത് അടിപൊളിയാണ്. ഈ ബെൽജിയൻ ചോക്ലേറ്റ്സ് ആണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ചോക്ലേറ്റ്സ്. അതിൻ്റെ അകത്ത് ഓരോരോ ഫില്ലിങ്സ് ആയിരിക്കും. നമ്മൾ സ്പിരിറ്റിൻ്റെ സെക്ഷനിലോട്ട് പോവാണ്. സോ ഫസ്റ്റ് നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് വൈൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇഷ്ടംപോലെ വൈൻ്റെ വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ നമ്മൾ വൈൻ വാങ്ങുന്നില്ല. പിന്നെ ഫസ്റ്റ് തന്നെ വെച്ചിരിക്കുന്നത് ബ്ലൂ ലേബലാണ്. ബ്ലൂ ലേബൽ ലിസ്യു മാമി. ബ്ലൂ ലേബലാണ് കുറച്ചും കൂടി കോസ്റ്റ്ലി. കംസ് അറൗണ്ട് 140 pounds. പക്ഷെ ബ്ലൂ ലേബലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റി വിസ്കീസാണ് അത് ബ്ലെൻഡ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ബ്ലൂ ലേബലിന് ഇത്രയും പ്രൈസ് കൂടുതൽ. നമ്മളിപ്പോൾ കാണുന്നതാണ് ഗ്രേ ഗൂസ് വോഡ്ക. ഗ്രേ ഗൂസ് വോഡ്കയുടെ ഒരു സെക്ഷനാണ് ഈ കാണുന്നത്. സംഭവം ഫ്രഞ്ച് വോഡ്കയാണ്. സാധാരണ വോഡ്ക പൊട്ടറ്റോയിൽ നിന്നാണ് നമ്മൾ ഡിസ്റ്റിൽ ചെയ്യുന്നത്. പക്ഷേ ഗ്രേ ഗൂസ് മെയ്ഡ് ഔട്ട് ഓഫ് വിൻ്റർ വീറ്റ്. പിന്നെ ഫ്രാൻസിലെ സ്പ്രിംഗ് വാട്ടർ.
അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ഡിമാൻഡുള്ളതും എന്താ പറയുക കുറച്ച് റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു വോഡ്ക്കയാണ്. അറൗണ്ട് 30 pounds ആണ് ഇൻക്ലൂഡിങ് വാറ്റ്. പിന്നെ നമ്മുടെ വിസ്കി ഐറ്റങ്ങളിലെ വിസ്കികളിലെ താരം ജാക്ക് ഡാനിയൽസ് ടെന്നസി വിസ്കി. അത് അമേരിക്കൻ വിസ്കിയാണ് ടെന്നസി വിസ്കി. ഈ കാണുന്നത് ബഫലോയാണ്. ഇതും അഗെയിൻ അമേരിക്കൻ വിസ്കിയാണ്. ഇത് ഹണി ഫ്ലേവേർഡാണ് നമ്മുടെ ജാക്ക് ഡാനിയൽസിൻ്റെ ഹണി. ഇത് 1 ലിറ്ററിൻ്റെ കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 27 pounds. 6 ലിറ്ററിൻ്റെ സാധനം. ഇത് പൊട്ടിപ്പോവും, എനിക്ക് പൊക്കാൻ പറ്റുന്നില്ല. 6 ലിറ്ററിൻ്റെ ഏകദേശം 276 pound ഇൻക്ലൂഡിങ് ദാറ്റ്. ഇത് വോഡ്ക്കയുടെ സെക്ഷൻ കേട്ടോ. AU വോഡ്ക്ക സദേൺ കംഫർട്ട്. ഇവിടെ നമുക്ക് ഗോർഡൻസ് ജിൻ കാണാൻ പറ്റും. ഇത് അത്യാവശ്യം ഇവിടെ ഫേമസ് ആയിട്ടുള്ളൊരു ജിന്നാണ് ഗോർഡൻസ് ജിൻ. അത് ലണ്ടൻ ഡ്രൈ ജിൻ എന്നാണ് പറയുന്നത്. സോ ജിൻ വോഡ്ക്ക പോലെയല്ല. ജിൻ ആവണമെന്നുണ്ടെങ്കിൽ അതിൽ ജൂനിപ്പർ ഗ്രീൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ കണ്ടൻറ്റ് വേണം. സോ ജിൻ ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് ഡിഫറെൻറ്റ് ബൊട്ടാനിക്കൽസ്. അതിൽ മേജർ കണ്ടൻറ്റ് ജൂനിപ്പർ ഗ്രീൻ ആയിരിക്കണം. നമ്മളെന്തായാലും ജിൻ വാങ്ങുന്നില്ല. നമ്പർ 10 ടാങ്കുറേ, അതും അടിപൊളി സാധനമാണ്. പിന്നെ യാഗമൈസ്റ്റർ, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഞാൻ മറന്നു. യാഗമൈസ്റ്റർ സംഭവം ജർമ്മനാണ്. ഇത് 56 ബൊട്ടാനിക്കൽസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന യാഗമൈസ്റ്റർ. ഇത് ഞാൻ ഇതുവരെ അടിച്ചിട്ടില്ല. പക്ഷേ ഒരു ഔഷധം, കഷായം, അങ്ങനത്തെ ഒരു അരിഷ്ട ടേസ്റ്റ് എന്നൊക്കെ ആൾക്കാർ പറയുന്നത്. ഇത് ലിക്യൂറാണ്. ലിക്യൂർ എന്ന് പറഞ്ഞാൽ ലിക്കറിൻ്റെ അകത്ത് വേറെ എക്സ്ട്രാ ഫ്ലേവറിങ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇത് ഓറഞ്ചിൻ്റെ ഫ്ലേവർ ഉള്ളതെന്ന് തോന്നുന്നു. കോയിൻ ട്രൂ. ഇതൊക്കെ നമ്മുടെ മെയിൻ ബാറിലൊക്കെ, ഇവിടുത്തെ ബാറുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. പിന്നെ മാലിബു ഉണ്ട്. എലിഫൻറ്റ് സ്ട്രെങ്ത് ജിൻ, അതും ജിന്നാണ്. അത് കൊള്ളാം, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കേട്ടോ, അടിപൊളി. ഹെനസി എക്സ്ട്രാ ഓൾഡ് കോണിയാക്ക് സംഭവമാണ്. കോണിയാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബ്രാൻഡി സ്പെസിഫിക്കലി മെയ്ഡ് ഫ്രം കോണിയാക്ക് റീജിയൻ ഇൻ ഫ്രാൻസ്. ഇത് ബോക്സ് മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ അകത്തൊന്നും ഇല്ലല്ലോ. കോണിയാക്കിന് വില കൂടുതലാണ്. ലോകത്തിലെ ഏറ്റവും മേജർ 4 കോണിയാക്ക് ഹൗസസിലൊന്നാണ് ഹെന്നസി. അതുപോലെ തന്നെ മറ്റൊന്നാണ് റെമി മാർട്ടിൻ. റെമി മാർട്ടിൻ്റെ പറഞ്ഞാൽ നമ്മളെന്തായാലും എയർപോർട്ടിൽ നിന്ന് ഡ്യൂട്ടി പെയ്ഡ് നിന്ന് വാങ്ങുന്നുണ്ട്. സോ ദിസ് ഈസ് ഹെർ സ്മിർനോഫ് വോഡ്ക. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കാണപ്പെടുന്ന ഒരു ബ്രാൻഡാണ്. പിന്നെ റെമി മാർട്ടിൻ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്ട്രാ ഓൾഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മിനിമം 4 years എങ്ങാണ്ടാണ് കാസ്കിൽ വെക്കേണ്ടത്. സോ കോണിയാക്ക് റീജിയനിൽ നിന്ന് തന്നെ ഉള്ള ഗ്രേപ്സ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഷാമ്പെയിനാണ്. ഷാമ്പെയിൻ എന്നുള്ള പേരും ഈ പറഞ്ഞ റീജിയൻ്റെ പേരാണ്. സോ അതിൻ്റെ റേറ്റ് വരുന്നത് 132, അറൗണ്ട് 132 pounds. ഇത് ഡിസറണോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്. ഇത് ഇവിടുത്തെ ഒരു ലിക്യൂറാണ്. ഞാൻ നേരത്തെ കാണിച്ച ലിക്യൂറാണ്. ഇത് ഇവിടുത്തെ ഒരു കോമൺ ബ്രാൻഡാണ്. ദെൻ ചക്കീല റോസ്, ബൂംബു, അറൗണ്ട് 28 pounds ഇൻക്ലൂഡിങ് വാറ്റ്. റമ്മിൻ്റെ ഈ ഷേപ്പും ഈ ഒരു ബോട്ടിലിങ്ങൊക്കെ അടിപൊളിയായിട്ടുണ്ട്. റമ്മ് ഈസ് ഒറിജിനലി മെയ്ഡ് ഔട്ട് ഓഫ് ഷുഗർ കെയിൻ. ഇതാണ് നമ്മുടെ റെമി മാർട്ടിൻ്റെ ഷാമ്പെയിൻ VSOP, വെരി സ്പെഷ്യൽ ഓൾഡ് പെയിൽ. ഇത് അറൗണ്ട് 34 pounds ആണ് ഇൻക്ലൂഡിങ് വാറ്റ് വരുന്നത്. പിന്നെ ക്യാപ്റ്റൻ മോർഗൻ, ഇവിടുത്തെ ഒരു ലോക്കൽ റമ്മാണ്. ലോക്കൽ റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ എല്ലായിടത്തും കിട്ടുന്ന ഒരു ബ്രാൻഡാണ് ക്യാപ്റ്റൻ മോർഗൻ. എനിക്കിത് വളരെ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ് ഒന്നാണ്. സ്മൂത്താണ്. 20 pounds, അറൗണ്ട് 20.74 ഇൻക്ലൂഡിങ് വാറ്റ്. ദി ക്രാക്കൻ ബ്ലാക്ക് സ്പൈസ് റം 40% ABV. ഇത് കാണാൻ നല്ല ബോട്ടിലിങ്, നല്ല രസമുണ്ട് കേട്ടോ. ക്രാക്കൻ ഇത് റമ്മാണ്. അഗെയിൻ ഇതുണ്ടാക്കുന്നത് നമ്മുടെ ഷുഗർ കെയിൻ മൊലാസസ് അതിൽ നിന്നൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്വീറ്റ്നെസ് ഉണ്ടാവും.
ടൈലേഴ്സ് ഹിസ്റ്റോറിക് കളക്ഷൻ റിസർവ് ടോണി പോട്ട്. ഇതെന്താ സംഭവം? നല്ല പാക്കേജിങ് കേട്ടോ അല്ലേ, കാണാൻ നല്ല രസം. ഇതെന്താ സംഭവം? ഇത് വൈനാണോ? അത് വൈനാട്ടാ. ഇത് പ്രൊസക്കോ ഇവിടുത്തെ ബാറിൽ എല്ലായിടത്തും കിട്ടുന്നതാണ്. ഡിഷുമിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടിരുന്നൊരു ബ്രാൻഡാണ് പ്രൊസക്കോ. ഇതിൻ്റെ റോസ് ഉണ്ട്, റോസേ, സ്പാർക്ലിംഗ് റോസേ, പ്രൊസക്കോ. ഇത് മൊത്തം ഇനി വൈൻ്റെ സെക്ഷനാണ്. ഷാംപെയിൻ, വൈൻസ്, വൈറ്റ്, റെഡ് എല്ലാം ഉണ്ട്. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല. സംഭവം ഷാംപെയിനാണ്. ഷാംപെയിൻ comes from Champagne region in France and it is made out of the grapes available in Champagne region. എങ്കിൽ മാത്രമേ അത് ഷാംപെയിൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ടക്കീലയാണ്. ടക്കീല നമ്മുടെ മെക്സിക്കോയിലുള്ള ബ്ലൂ അഗാവേ എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്നാണ് ടക്കീല ഉണ്ടാക്കുന്നത്. എങ്കിൽ മാത്രമേ ടക്കീല എന്ന് പറയുള്ളൂ. ടക്കീല എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് മെക്സിക്കോയില, അതുകൊണ്ടാണ് ആ പേര് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. 36 pounds ആട്ടോ, ഇൻക്ലൂഡിങ് വാറ്റ്. ടക്കീലയ്ക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട്. സോ ടക്കീല നമ്മൾ വാങ്ങുന്നില്ല. സോ കേർക്ക്ലാൻഡ് സിഗ്നേച്ചർ പിങ്ക് സോൾ. ഈ കേർക്ക്ലാൻഡ് സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഇൻ ഹൗസ് ലേബലാണ്. കേർക്ക്ലാൻഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലുള്ള ഇവരുടെ ഫോർമൽ ലൊക്കേഷൻ്റെ പേരാണ് കേർക്ക്ലാൻഡ്. സോ അതിൻ്റെ അനുസ്മരണാർത്ഥം കൊടുത്തൊരു പേരാണ് കേർക്ക്ലാൻഡ് സിഗ്നേച്ചർ. നമ്മൾ മീറ്റിൻ്റെ സെക്ഷനിലേക്ക് ചുമ്മാ ഒന്ന് കയറിയതാണ്. നമ്മൾ ഓൾറെഡി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞു. അപ്പം നമ്മൾ നേരെ ഇപ്പോൾ അതേ ബില്ലിംഗ് സെക്ഷനിലെത്തി. നമ്മളങ്ങനെ ഒത്തിരി സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ എന്തൊക്കെയാണ് വാങ്ങിയതെന്നുള്ളത് ഞാൻ പെട്ടി പാക്ക് ചെയ്യുന്നൊരു വീഡിയോയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മുടെ കോസ്കോ ഷോപ്പിംഗ് വ്ലോഗ് ഇവിടെ പര്യവസാനിക്കുകയാണ്. നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സും ലിക്കറൊക്കെ വാങ്ങി, വേറെ ഐറ്റംസിലൊന്നും കൈ വെച്ചില്ല. അപ്പോൾ ഇനി ബാക്കിയുള്ള പർച്ചേസുകളൊക്കെ ഹോം ബാർഗെയിൻസ്, ടെസ്കോ മുതലായ ഷോപ്പിങ്ങിലൊക്കെ നമ്മൾ കിടക്കുന്നതായിരിക്കും. അതൊക്കെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. ഓക്കെ.